എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ വളരെ സിമ്പിളായിട്ട് കുഴഞ്ഞു പോകാതെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അവിയൽ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഈ ഒരു അവിയൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മ സ്ഥിരമായിട്ട് വീട്ടിൽ വെക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. അത്രയ്ക്ക് സിമ്പിളും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അവിയൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറികളെല്ലാം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അവിയലിൽ തൈരല്ല ചേർക്കുന്നത്, തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ചേന നമ്മൾ അതായത് അവിയൽ കിറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുരിങ്ങയ്ക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മളത് സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ഈ ഒരു അവിയലിൽ ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചേർക്കാം, പക്ഷേ അന്നേരം മുരിങ്ങയ്ക്ക് ആകെ അങ്ങ് ലൂസായി അത് നാര് പോലെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങളിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ അടിയിൽ പിടിക്കുന്ന പേടിയുള്ളവർ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം എന്ന് പറയുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി വന്നാൽ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം. അപ്പം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഒരു വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കാം. അപ്പം വിസിൽ അടുപ്പിച്ചതിന് ശേഷം ഇത് ഒരുപാട് നേരം അടച്ചിങ്ങനെ വെക്കരുത്. അപ്പോൾ നമ്മൾ ആ പ്രഷർ പെട്ടെന്ന് തന്നെ നമ്മൾ കളഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കുക. അപ്പോഴാണ് ഈ കഷ്ണങ്ങൾ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വരിക. അല്ലെങ്കിൽ ഇത് കുറച്ച് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മളിപ്പം വിസിലടിക്കാനായിട്ട് വച്ചിട്ടുണ്ട്. മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിലാണ് ഈ ഒരു അവിയലിന് വേണ്ടത്. അപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രഷർ നമുക്ക് ഒന്ന് തുറന്നു വിടാം. അപ്പോൾ ഇതുപോലെ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ആ പ്രഷർ ഒന്ന് കളയുക. അതിനുശേഷം നമുക്കിത് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം ഈ ഒരു കുക്കർ ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ പച്ചക്കറികൾ ഒന്നും ഉടഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ചേനയൊക്കെ വേവാനായിട്ട് കുറച്ച് വെള്ളം വേണം, അതാണ് നമ്മൾ ആ ഒഴിച്ച വെള്ളം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഒരുപാട് ഇളക്കി ഉടക്കരുത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും 2 ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നമ്മൾ 2 എണ്ണം കഷ്ണങ്ങളുടെ കൂടെ ഇട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ണങ്ങളിലേക്ക് നല്ല എരിവൊക്കെ പിടിക്കും. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാടങ്ങ് അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താലും മതിയാവും. അപ്പം ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ നൈഫ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണ്. കറിവേപ്പില ജസ്റ്റ് ഒന്നിട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് ഇത് അരഞ്ഞു പോയത് കറിവേപ്പില നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയേ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിയലിൽ കുറച്ച് തീ ഒന്ന് കൂട്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചക്കറിവേപ്പില ഒന്ന് കൈവച്ചിട്ടൊന്ന് ഞെരടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്കിത് ഈ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് വെക്കാം. ഇത് നമ്മൾ ടൈറ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുക. ഇനി നമ്മൾ ഈ ഒരു അവിയൽ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളിതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഈ അവിയലിന് അടിപൊളി ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈരും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പുളിയുള്ളൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തൈര് ചേർത്ത് കൊടുത്തിട്ടില്ല. അമ്മ വീട്ടിൽ സാധാരണ അവിയൽ ഉണ്ടാക്കുമ്പോൾ തക്കാളി ചേർത്തിട്ട് ഇതുപോലെ പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ നോക്കണം. അപ്പോൾ നമ്മൾ മുരിങ്ങയ്ക്ക സെപ്പറേറ്റ് ഒന്ന് വേവിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങയ്ക്ക അതിൻ്റെ കൂടെ തന്നെ വേവിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു ഇളക്കുമ്പോൾ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം, ഇതിൽ വെള്ളമൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട് കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാതെ ഇരിപ്പുണ്ട്.
അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ അവിയലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്